തളികയിൽ നിന്നെന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. മോചനം വീണ്ടും ജനനവും നീചപാപിയന്മേൽ വസിപ്പാൻ നിന്നാത്മാവിൻ്റെ ദാനവും നീ തന്നു. സ്വർഗാനുഗ്രഹങ്ങളും നിൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു. തിന്മകൾ സർവത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ. നിൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ വാടമൂടിയതും തന്മക്കൾക്കു സ്വർഗ്ഗേ ലഭിക്കും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ
നിത്യജീവൻ നൽകും. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും. കർത്താവിനോടു കൂടെയൻ നിത്യവാസമേ. കർത്താവിനോടു കൂടെയൻ നിത്യവാസമേ. പാർപ്പിടം മനോഹരഹർമ്മ്യം. എൻ പ്രിയൻ പാർപ്പിടം മനോഹരഹർമ്മ്യം. മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം. മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം. വേണ്ട, പൈസ എടുത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ അമ്മാമ്മയുടെ ഭക്തിയെ പറ്റി പറയുകയാണെങ്കിൽ നാരായണത്തിൽ തുടങ്ങുമ്പോൾ അമ്മാമ്മ ശശികളെ കാണാൻ അമ്മാമ്മ തന്നെ ഇടപാട് ചെയ്ത് അമ്മയും പാപ്പനെ അങ്ങനെ പോത്തുന്ന ഒരു വണ്ടി ആളുകളാണ് നാരായണത്തിൽ പോകുന്നത്. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഞാൻ വാഴുമെന്ന് ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതനുണ്ട്. കൂടാരമാകുന്ന എൻ ഭവനം വിട്ടകന്നാലെനിക്കേറെ ഭാഗ്യം. കൈകളാൽ തീർക്കാത്ത മോക്ഷവീട്ടിൽ വേഗമായി തങ്ങു ചെന്നു ചേരും. ഉണ്ടെനിക്കായൊരു മോക്ഷവീട്, ഇന്നലകന്നു ഞാൻ വാഴുമെന്ന്. കർത്തനേശു തന്റെ പൊൻകരത്താൽ ചേർത്തിടുമായതിലെന്നെയങ്ങ്. ഒട്ടുനാൾ കണ്ണുനീർ വേട്ടതെല്ലാം പെട്ടെന്നു നീങ്ങിടുമേ ദിട്ടമായി. ഉണ്ടെനിക്കായൊരു മോക്ഷവീട്, ഇന്നലകന്നു ഞാൻ വാഴുമെന്ന്. പോകാതിരിക്കെന്റെ രക്ഷകന്റെ രാജ്യമതിനുള്ളിൽ വാസം ചെയ്യാം. രോഗം ദുഃഖം പീഡയൊന്നുമില്ല, ദാഹം
അതിൽ നിന്റെ കൃപയും സാന്നിധ്യം ഉണ്ടായിരുന്ന വഴി നടത്തണമേ. അമ്മച്ചിയുടെ ശവസംസ്കാര ശുശ്രൂഷയിലൊക്കെയും തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം തക്ക സമയത്ത് അനുഗ്രഹകരമായി നിർവഹിക്കാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കുകയും എൻ്റെ കൃപയും സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കുകയും ചെയ്യണം. ശുശ്രൂഷയിലൊക്കെയും തിരുസാന്നിധ്യം ഇരിക്കണമേ. ഇതുവരെയും വ്യാപരിച്ചെല്ലാ കൃപകൾക്കായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ.
എല്ലാമെല്ലാമെല്ലാമെല്ലാമൻ കർത്താവത്രേ. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കുമെല്ലാമൻ കർത്താവത്രേ. കാട്ടിലെ മൃഗങ്ങളാട്ടിലെ മത്സ്യങ്ങളെല്ലാം സർവേശനെ നോക്കിയിടുന്നു. കോടാകോടി ഗോളമെല്ലാം പടച്ചവനെല്ലാറ്റിലും വേണ്ടതെല്ലാം നൽകി. സൃഷ്ടികൾക്കൊക്കെയുമാനന്ദകാരണൻ ദുഷ്ടന്മാർക്കേറ്റവും ഭീതികരൻ. സൃഷ്ടികൾക്കൊക്കെയുമാനന്ദകാരണൻ ദുഷ്ടന്മാർക്കേറ്റവും ഭീതികരൻ. ശീഘ്രം വരും എന്റെ കാന്തൻ വരും എന്നിലുല്ലാസമായി ബഹുകാലം വാഴാം. ലോകം വെടിഞ്ഞെന്റെ സ്വർഗീയ നാടിനെ കാണാൻ കൊതിച്ചു ഞാൻ പാർത്തിടുന്നു. അന്യൻ പരദേശി എന്നെന്റെ മേലെഴുത്തെന്നാൽ സർവസ്വവും എന്റേതത്രേ. അന്യൻ പരദേശി എന്നെന്റെ മേലെഴുത്തെന്നാൽ സർവസ്വവും എന്റേതത്രേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ശോഭയേറുന്നോർ നാടുണ്ടത് കാണാമേ ദൂരവിശ്വാസത്താ. താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്.
വിവാഹശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം. ഖേദം രോദനം അങ്ങില്ലല്ലോ, നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. സ്നേഹമാം സ്വർഗത്താതനുടെ സ്നേഹദാനത്തിനും നാൾക്കുനാ വീഴ്ച എന്നെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും. വേഗം നാം ചേർന്നിടും. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഈ അമ്മച്ചിയുടെ വേർപാട് ഈ കുടുംബത്തെ അറിയുന്ന എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയ ഒന്നാണ്. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ ഈ അമ്മച്ചിയെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഈ അമ്മച്ചിയുടെ നിര്യാണ വാർത്ത അബൂദബിയിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അബൂദബി മാർത്തമാ പള്ളിയിൽ സ്ഥിരമായി ചട്ടയും നേരിയതുമായി വരുന്ന ആ അമ്മച്ചിയല്ലേ, ഞങ്ങളൊക്കെ ആ അമ്മച്ചിയെ ഓർക്കുന്നുണ്ട് എന്ന് ആ പള്ളിയിലെ വൈസ് പ്രസിഡൻ്റായിരുന്ന എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു. അത്രമാത്രം സജീവമായി കൃത്യമായി അവിടെ വെച്ചും പള്ളി സർവീസിന് എത്തിക്കൊണ്ടിരുന്ന ഈ അമ്മച്ചിയെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. തീർച്ചയായും മക്കളെയും കൊച്ചുമക്കളെയും കണ്ട് അവരെയൊക്കെ പരിപാലിച്ച ധന്യമായൊരു ജീവിതത്തിൻ്റെ ഉടമയാണ് ഈ അമ്മച്ചി. ഇടവകയ്ക്കും നാട്ടുകാർക്കുമൊക്കെ ഏറെ മാതൃകാപരമായി ജീവിച്ച ഈ അമ്മച്ചിയുടെ ജീവിതം അതുകൊണ്ട് തന്നെ ധന്യമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മരണം ഒരു യാഥാർത്ഥ്യവും വലിയൊരു പ്രത്യാശയുമാണ്. ആ പ്രത്യാശ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അമ്മച്ചിയുടെ വേർപാടിൽ അനുശോചനം അറിയിക്കുന്നു. നന്ദി. ബന്ധുമിത്രാദികളെ, പ്രിയ അമ്മച്ചിയുടെ വേർപാട് നമ്മളെയൊക്കെ വളരെയേറെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട് എന്ന വസ്തുതയാണ്. വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവരോടൊപ്പം ഞാനും പങ്കുചെയ്യുന്നു. ഇടയിലെ അമ്മച്ചിയെ സംബന്ധിച്ച് എനിക്ക് ഈ വീടുമായിട്ട് വളരെയേറെ വർഷക്കാലത്ത് ബന്ധമാണ്. അമ്മച്ചിയോട് അസുഖമായി ഇരിക്കുന്ന സമയത്ത് തന്നെ പല പ്രാവശ്യവും വരുവാനും സംസാരിക്കാനൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴും തമാശ പറഞ്ഞുകൊണ്ട് ഞാനും
സാഹചര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോഴുള്ള അമ്മച്ചിയുടെ ആ സംസാരം ഒരു പ്രത്യേകതയുള്ളതായിരുന്നു. മറ്റുള്ളവരോടുള്ളൊരു സ്നേഹം തീർച്ചയായിട്ടും ഈ വീട്ടിൽ വരുമ്പോഴുണ്ടായിരുന്ന ആ ഒരു സമീപനം എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാനാകും. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് വ്യക്തിപരമായി ഈ കുടുംബം വളരെയേറെ അടുപ്പമുണ്ട്. പ്രിയ സണ്ണി, സാൻകുട്ടി, ഇവരൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും എൻ്റെ സഹോദര തുല്യം ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരാണ്. കവിതയിലൊക്കെ ചെല്ലുമ്പോൾ സാൻകുട്ടിയും സണ്ണിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പഴയ കഥ പറയുന്ന ഒരവസരമുണ്ടായി. തീർച്ചയായിട്ടും വേർപാട് നമുക്കൊക്കെ വളരെയേറെ ദുഃഖമുള്ളതാണ്. പക്ഷേ ക്രിസ്ത്യൻ വിശ്വാസം, പ്രത്യാശ, ആ പ്രത്യാശയാണ് നമ്മൾ ബലപ്പെടുത്തുന്നത്. വേർപാട് താങ്ങുവാൻ കഴിയില്ല എങ്കിൽ ഈ അമ്മച്ചിയുടെ വേർപാട് താങ്ങുവാൻ ഈ കുടുംബത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും അനുശോചനം ശ്രമിക്കുന്നു. ആകാശവും ഭൂമിയും തന്നെ മഹത്വമുണ്ട്. പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. അല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും അധികാരമുള്ള കർത്താവേ, കൽപ്പന മൂലം പാപത്തിനും മരണത്തിനും അധീനരായിരിക്കുന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേൽ മരണത്തിന്മേൽ ഞങ്ങൾ ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ണുപ്രകാരം താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ മാതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസഭയിൽ നിങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമാരെയുമേ
ഈ ആയുസിന്റെ നിത്യതയെ കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. അവൻ നമ്മുടെ പാപങ്ങളൊക്കെ നമ്മോട് ചെയ്തിട്ടില്ല, നമ്മോട് പോലും ചെയ്തില്ല. ഭക്തന്മാരുടെ മേലും അവന്റെ നീതി അവന്റെ മക്കൾക്ക് ഉണ്ടാവും. കർത്താവിനെ വാഴ്ത്തും. ദൈവമേ യോഗ്യമാകുന്നു. ഉണ്മയനായ ആദാമിൻ മക്കൾക്കു നിരുത്ഥാനം വാഗ്ദാനം തൻ കൃപയാലെ ചെയ്തവനാം മശിഹാ നാഥാ. ജീവനുള്ള മരണത്തെ ഞങ്ങൾ വന്നേടുന്നു. നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ഓരോ പ്രവൃത്തിക്കൊത്ത പോൽ പകരം നൽകും മശിഹായേ. കുറ്റങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കഴുകണമേ. നിന്മഹിമയ്ക്കു ചേരുന്ന വണ്ണിലയങ്കി അടിയാരെ ധരിപ്പിക്കണമേ എന്നേക്കും ന്യായാധിപനാം മശിഹായേ. ആസാവിനെ മരിച്ചവരിൽ ഇടയിൽ നിന്നെ േൽപ്പിച്ച ആ ശബ്ദം വിശ്വാസികളെ കബറിൽ നിന്നെഴുന്നേൽപ്പിക്കും. രഹസ്യമായുള്ള പിതൃപുത്രന്മാർക്കെന്നും സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയും പ്രാപിച്ചിരിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായി നിശ്ചയാതമ്പ്രാന് തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും യോഗ്യമായിരിക്കുന്നു. ദൈവമായ കർത്താവേ, എല്ലാവരിൽ നിന്ന് സകലത്തെ നിർമ്മിച്ചവയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു. രാജകീയമായ അവസ്ഥകളെ ശ്രേഷ്ഠരാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികരവും നീ അവന് കൊടുത്തു.
വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്മതിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവവുമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവ്വലോകത്തിന്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവന്റെ ബൗദ്ധമുള്ള ഭരണം കൊണ്ട് മനുഷ്യനെ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്ന് ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരിയുടെ സംസ്കാര ശുശ്രൂഷയെ നേരത്തെ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രനുടെ പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവർത്തികൾ തക്കവണ്ണം പ്രതിഫലനം ചെയ്യുകയും ബുദ്ധിയോടത്തുവാനുവേലക്കാർക്ക് രാജാവകാശമായി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്തതിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവൻ, നിന്റെ വിധികൾ അത്രയും സത്യമുള്ളവയാകുന്നുവെന്ന് ഇരുപകാരം ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ ദൈവികമായ ശുശ്രൂഷയിൽ സംബന്ധിച്ചു നിന്റെ ഏകപുത്രനെ കുറിച്ച് ആശ്രയിച്ചവളുമായി ഈ നിന്റെ ദാസ്യമായിട്ടുള്ള പാതാളത്തിൽ കൈവിടക്കപ്പെടുകയില്ലെന്നും വിട്ടുപോകാത്ത വിചാരയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഈ നിന്റെ ദാസി സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകളുടെ പതിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോട് ഈ നിന്റെ മകളുടെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യരവും മൗത്തവുമായ ഈ പ്രത്യാശയ്ക്കായി ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവേ, മനസ്സുള്ള ദൈവമേ, പ്രിയ മാതാവിനോടത്തെ വേർപാടുകൾ വിശ്വാസിക്കുന്നതായ ഞങ്ങളെയും പ്രത്യേകമായി പ്രിയ മാതാവിന്റെ പുത്തു എല്ലാവരെയും ഞങ്ങളുടെ പുറത്തുകാർ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാകണമേ. ഇവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വേദനകളെ നീക്കിക്കളയണമേ. അവരില്ല സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനസ്സത്ത് നിലവിളിക്കണമേ. തീരാത്ത ദുഃഖത്തിലായിരിക്കാൻ ദൈവികമായ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ളവരുണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ നിരാശപ്പെടാതെ നിങ്ങളുടെ വിശ്വാസവും ആശ്രയമുള്ള ആശ്വാസവും സമാധാനം പ്രാപിക്കുമാറാകണമേ. ആത്മീയമായ സാന്നിധ്യമുള്ളവരെ സന്തുഷ്ടരാകണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിനാവട്ടെ ചൊല്ലി നീതിമായ ഇവരെ സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനം നൽകുന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവന്റെ അവസാനം എഴുതുമ്പോൾ ഈ ലോകത്തോട് പുറപ്പാടുകൾ കാത്തുമായി കാണുമാറാകണമേ. നിന്റെ സിംഹാസനമായ ശ്രേഷ്ഠമായ നിങ്ങൾക്ക് ദാനം ചെയ്യണമേ. അതില്ലാത്ത മനുഷ്യർക്കണമേ. കൂട്ടത്തിൽ നിനക്കും ദേവത്തിന്റെ സൗഭാഗ്യം സ്തുതിയും സ്തോത്രം ഗ്രഹിക്കുവാൻ ഞങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. ജീവൻ താനായിരിക്കുന്നവനും തന്നെ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നെ വിശ്വസിക്കുന്നവർക്ക് ഒരു നാൾ മരിക്കുകയും മരിച്ചിരിക്കും. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായ പിതാവായ ദൈവമേ, നിന്നുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും നീ ആയുഷിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസിദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങൾ നിന്റെ സ്വർഗ്ഗരാജ്യത്തിൽ അനുഭവക്കാരായി തീരത്തക്കോണം അവരുടെ നല്ല ദൃഷ്ടാന്തങ്ങളെ പിന്തുടരുന്നത് ഞങ്ങൾക്ക് നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്ക് പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്ഥാപനവും ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സഹോദരന്മാരെ, നാം എവിടെയാകുന്നതും നാളെ നാം എവിടെയായിരിക്കുമെന്ന് ഓർത്തുകൊള്ളുമേ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ സൗകര്യങ്ങളിൽ മൗനതയുള്ളവരായിത്തീരുന്നു. ദിവസം തോറും ഇത് ഓർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരന്മാരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകല ഒഴിഞ്ഞ്
ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നുവെന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളി. നീക്കം വരാത്ത അധികാരമുള്ള വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുത്ഥാനത്തിൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഓ മരിച്ചവരെ പുനർജീവൻ അടുത്തല്ലോ. നിങ്ങളെ ദേഹത്തെ ഉയർപ്പിച്ച മാറിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ. പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമേ സുതനേ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചവരാ അണിയാതെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങൾ ചിലർക്ക് പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർത്തുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിയിട്ടില്ല. ക്രിസ്തു ഉയർത്തിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങളെന്നും നിങ്ങളുടെ പാവങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്രയുള്ളവർ നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരും ദർശന്മാരത്രേ. ദുഃഖനിറഞ്ഞതായ പ്രത്യേക സന്ദർഭത്തിൽ ഈ ഭവനങ്ങളെത്തുന്നതിനോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ആവശ്യപ്പെടാതെ ഞങ്ങൾക്കൊരു ജീവിതം ഈ ലോകത്ത് നൽകി ഞങ്ങളോട് അനുവാദം ചോദിക്കാതെ അവൻ ഞങ്ങളെ തിരികെ വിളിക്കുകയും ചെയ്യുന്ന ദൈവമാണ് സ്തോത്രം. മനുഷ്യായുസിൽ ഞങ്ങൾക്ക് നൽകി തരുന്ന ആത്മീയവും ഭൗതികവുമായ നന്മകൾക്കായിട്ടും സന്തോഷത്തിനായിട്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഒരു മനുഷ്യായുസിൻ്റെ സകല നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിക്കാൻ കൊടുത്ത പ്രിയമശിയുടെ ഭൗതിക ശരീരത്തോട് ഞങ്ങൾ പറയുമ്പോൾ ഇതിനെ മകൾ ഭവനത്തിൽ പാർത്ത ഈ ദേശത്തും ചുറ്റുപാടുകളിലും പ്രകാശമായി ശോഭിക്കാൻ കഴിഞ്ഞ നാളുകൾ ദൈവം സഹായിച്ചതോർത്ത് ഞങ്ങൾ നന്ദി ഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ കൊടുത്ത പ്രകാശം ആ തലമുറകൾക്ക് കൈമാറത്തക്കവണ്ണം അനുഗ്രഹമായ നിങ്ങളുടെ മകളെ നീ വഴി നടത്തി ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ദീർഘായുസ്സുള്ളതിനും
മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവരോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിനവർ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മശിഹായിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി. നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്രീകാരിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയം ജീവജാതമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപ്പിന്റെ കാലത്ത് പ്രകാരം അരുളി ചെയ്തു. എന്നാൽ സ്വർഗ്ഗരാജ്യം നമ്മുടെ ജീവശക്തികളെ പുറപ്പെട്ട 10 കന്യകമാരുടെ സദൃശമാകും. എന്നാൽ അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ തങ്ങളുടെ നിവേശികളെടുത്തു. എണ്ണയെടുത്തില്ല ബുദ്ധിയുള്ളവരോ തങ്ങളുടെ നിവേശികളോടുകൂടെ എണ്ണയെടുത്തുമായി താമസിച്ചപ്പോൾ അവരെല്ലാവരും നിദ്രാമയക്കം പിടിച്ച് ഉറങ്ങിപ്പോയി. പാതിരാത്രിയിൽ രാമണവാളൻ വരുന്നു. എതിർപ്പിന് പുറപ്പെടുകയിൽ നിന്ന് ആർപ്പുകയുണ്ടായി. അപ്പോൾ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദിവ്യഷ്ടികളെ തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഇതാ നിങ്ങളുടെ ദിവ്യഷ്ടികൾ കെട്ടുപോയതുകൊണ്ട് നിങ്ങളുടെ മേൽ നിന്ന് നിങ്ങൾക്ക് തെളിവിനെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഉത്തരമായിട്ട് ഞങ്ങൾക്കും നിങ്ങൾക്കും പോരായെന്ന് വരാതിരിക്കാൻ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിനെന്ന് പറയുന്നു. അവർ വാങ്ങുവാൻ പോയപ്പോൾ വന്നു. ഒരുങ്ങിയവരോടുകൂടെ വഴിയിൽ പ്രവേശിച്ചു. വാതിലടക്കപ്പെടുകയും ചെയ്തു. എന്നാൽ പറയുന്നു. സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നിങ്ങൾ അറിയായിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയലാശോനെന്ന് പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജടത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനുമായ മെസ്സിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവർ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്ത ഞങ്ങളുടെ മെസ്സിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മെസ്സിഹാ തമ്പുരാനെ നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധന്മാരോടുകൂടെ ലഭിച്ചു നിന്നെയും സന്തോഷമായിട്ടുള്ള നിങ്ങളുടെ പ്രകാശമാകുന്നവരെ കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം
യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണും എൻ പേരും ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തു ഭക്തർ ഭവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണും എൻ പേരും പകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിൽ എൻ്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണും എൻ പേരും എന്നിങ്ങനെ
യേശുവിനക്കായി ക്രൂശിന്മേൽ മരിച്ചതുകാർ യേശുവിന്റെ മരണത്തെ ജയിച്ചവൻ നാശകന്റെ തല ചതച്ചോ നമ്മെല്ലാം ഉദ്ധരിച്ചോ വിശ്വാസികൾക്കവൻ പ്രത്യാശയുമുണ്ടാക്കി നിന്റെ വരവിങ്കൽ ഞങ്ങൾക്കു തരിക സന്തോഷമോക്ഷവും എന്നേക്കും ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ആനന്ദേ ഹല്ലേലൂയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുളാം. സഹോദരനെ ഞാൻ പാതയായി കടന്നു പോകുമ്പോൾ നോക്കപ്പെട്ടിരിക്കുന്ന ചന്ദ്രകളെ ഞാൻ കണ്ടു. അതിലൂടെ അല്ലാത്ത ബലവാന്മാരും പ്രവേശിക്കുന്നു. ബലവന്മാരിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാണികൾ നാശത്തേക്ക് മത്സരപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ എഴുതിയിരുന്നവൻ കരഞ്ഞുകൊണ്ട് സങ്കടത്തോട് നിർത്തുന്നോടി എന്റെ ദേഹിയോട് പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമില് സൗന്ദര്യമോടെ തടസ്സമൊക്കെ ആഹാരത്തിന് ഇതാകുന്നു നമ്മുടെ അവസാനമില് രാജാക്കന്മാർ ദൂർക്കുമാര് പോലെ ശേഖരിക്കുന്നതിന് ധനവാന്മാരുടെ സംഘത്തെ പരിഹരിക്കുന്നതിന് ഇതാകുന്നു നമ്മുടെ അവസാനമില് വിദ്വാൻമാർ വിദ്യയെ പോഴുന്നതിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തന്നെ ഞാൻ പ്രശംസിക്കുന്നതിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തന്റെ ശക്തിയെ വിളിക്കുന്നതിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അവരെക്കാൾ സാമർത്ഥ്യം ചാഞ്ചാടുന്നതിന് ദൈവിക സംഗീതക്കാരനായ ദാവീദേ നിന്നോട് നീ വന്ന മനുഷ്യൻ ഹല്ലേലൂയ 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 മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ പിതാവേ നമ്മുടെ വിശ്വാസമേറ്റ് പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും സത്യവും സ്വർഗത്തിറങ്ങി മനുഷ്യനായി ശബ്ദത്തിലെ കയറി അവസാന
മഹാപാതപരിപാലിക്കുമായ യേശുമിശിഹായ കാര്യങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് ശ്രദ്ധിക്കപ്പെടുന്നവരും സംസാരമായ ജീവനുമായ ആധുനിക അപ്പോസ്തലനുമായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. മാപ്പോഴത്തുള്ള മാമോദിസ ഞങ്ങളുടെ കർത്താവേ ശുശ്രൂഷയായി നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ സഹായത്തിന് നീ വന്നിന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും, ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും, ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും, ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് സ്വീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധമായ പ്രിയകരെയും ബലഹീനതയും കുറവുകളാണ് പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സ്വാസനത്തിന് മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. മാമിയുലകിൽ കാൺമതും മായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. മണ്ണിൽ
പത്തോ ഏറെയായാൽ 80 മാത്രം. നീളുമായുസതു നിനച്ചാൽ കഷ്ടത മാത്രം.